വീട്ടിലിരുന്നിട്ട് ഇരിക്കപ്പുറം ഇവിടെ സ്റ്റോപ്പിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യാണ്ടല്ലേ. കേറിക്കോ. ഇടി ഫുഡൊക്കെ എടുത്തിട്ടുണ്ടോ കഴിക്കാൻ? 1, 2, 3. എല്ലാരും അറ്റൻഡൻസ് എടുത്തോ? സെറ്റല്ലേ? ആദ്യം ഫസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ, ഫുഡ് എന്താ എടുത്തില്ല കഴിക്കാൻ? അപ്പൊ നമ്മള് പറഞ്ഞ 3 എണ്ണത്തിന് പിക്ക് ചെയ്തിട്ടുണ്ട്. എടി ഓരോരുത്തർ പേര് പറഞ്ഞു കൊടുക്കുക എല്ലാരും. ശരിക്കും പേര് പറഞ്ഞു കൊടുക്കുക. സ്മിത, ആവണി, തമ്പുരു അല്ലേ? അമ്മാവരല്ല, ഏട്ടൻ. നാളെ കിടത്തല്ലേ ഏട്ടൻ വിളിക്ക്. അങ്ങനെ എപ്പ ഇറക്കി വിട്ടോ. ചെല്ലി നിങ്ങൾ പോയിട്ട് വാങ്ങിട്ടോ പൈസ ഉണ്ടെങ്കിലും. നമുക്ക് കുറച്ച് ടോക്ക് ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത പേര് മറന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേര് ഉത്തരയും ആവണി. അപ്പൊ തമ്പുരു ഏട്ടൻ തരാം. തമ്പുരു വീട്ടിൽ അതാണ് ഞാൻ കണ്ടോ പേര് മാറിപ്പോയതല്ല കണ്ടല്ലേ. തമ്പുരു വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അപ്പൊ ഇവർക്ക് 2 അനിയന്മാരും കൂടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു അവരും ഉണ്ടാവുന്ന കൂടെ. ഇന്നലെ ഫാമിലിന്റെ ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോ അതാണ് അവളുടെ അനിയൻ അമ്മയില്ലാണ്ട് പുറത്തിറങ്ങൂല. അങ്ങനത്തെ അമ്മേന്റെ സ്വന്തം ഉണ്ണിക്കുട്ടനാണ് അല്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ പോകുമ്പോ അവനെ കൂട്ടുവോ? അമ്മ ഉണ്ടെങ്കിലേ കൂട്ടുള്ളൂ. നിങ്ങളെ പകുതി വഴി എത്തില്ല. അപ്പൊ തന്നെ ബേക്കറി കണ്ടപ്പോ ചാടി വണ്ടി നിർത്തണം എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടാണോ. ഒന്ന് എന്താ കഴിച്ചിട്ടാവില്ലേ? ബ്രെഡ് കഴിച്ചിട്ട് വന്നു. കുറച്ച് വിശക്കൂലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്ന് വെച്ചിട്ട് 3 ബ്രെഡോ? എല്ലാരും 3 ബ്രെഡ് വെച്ചിട്ടാ? 3.5. ആരുണ്ടാക്കിയേ ബ്രെഡും ഓംലെറ്റ് വെച്ചിട്ട്? ആക്ക് സാധനം വാങ്ങിട്ട് വരുന്നത് കണ്ടില്ലേ. എന്താ വാങ്ങിയ? കട മൊത്തം വാങ്ങിയോ? എന്റെ പൈസ മൊത്തം പൊട്ടിച്ചോ? 1000ന്റെ ബാക്കി ഇത്രേ ഉള്ളൂ. ഓ അല്ല 2,500. ദേവികന്റെ മൂക്കെ അടിച്ചു പൊളിക്കും. നിനക്ക് മറ്റേ അക്കൗണ്ട്സ് ഒന്നും അറിയില്ല അല്ലേ? എക്കണോമിക്കലായിട്ട് ചെലവാക്കണമെന്നൊന്നും അറിയില്ല. എന്തൊക്കെ സ്മിത വാങ്ങിയോ അവിടെ? ഇതിന്റെ മാസ്ക് ഒന്നും മാറ്റി ആൾക്കാർക്ക് കാണേണ്ടത്. അതൊന്നും പ്രശ്നമില്ല. കണ്ടില്ല ഫ്രീക്കാണ്. ഒരു സ്റ്റഡൊക്കെ അടിച്ചല്ലോ മൂക്കുമേ. എന്റെ പൊന്നു കളർഫുൾ മാസ്ക്. നമ്മളെന്താ പറയാ ഈ ചെറിയ മഞ്ഞ കണ്ടിട്ട് വലിയ മഞ്ഞിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവരും ഡ്രൈവ് എൻജോയ് ചെയ്യുന്നില്ലേ? അടിപൊളിയല്ലേ? അത് കണ്ടില്ലേ സ്വന്തം പിള്ളേരുടെ ട്രോളി തുടങ്ങി. എന്ത് സീര. അമ്മാവന്റെ ഡ്രൈവിംഗ് നമ്മൾ കാണാൻ പോകുന്നത്. അമ്മാവൻ അടിപൊളിയാണ്. ചെറുതായിട്ടില്ലേ? അതൊന്നും പ്രശ്നമില്ല. നമ്മളൊരു വ്ലോഗ് എടുക്കാൻ വേണ്ടി നമ്മൾ 7 അറ്റം വരെ പോകും. ദേവിക ഇതൊക്കെ റെക്കോർഡ് ആവുന്നില്ലേ? ലാസ്റ്റ് വീട്ടിൽ ചെന്ന് നോക്കുമ്പോ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എങ്ങനെയുണ്ട് ഇവിടെ? കുറച്ചുകൂടെ പോലെ വേറെ വണ്ടികളൊക്കെ ഒന്ന് നടക്കുന്നുണ്ട്. ഇവിടെ DTPCന്റെ വർക്കാട്ടോ റൈറ്റ് സൈഡ്. ആണോ? അത് ഈ ഞാൻ പറഞ്ഞു അമ്മാവന്റെ അടി തട്ടണ നോക്കണം. അമ്മാവന്റെ അടിയില്ല വണ്ടിന്റെ അടിയിട്ടേ ഒന്നുമില്ല. ഫ്രണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ടിനും കൂടെ പിക്ക് ചെയ്തോണ്ട് നമുക്ക് പോകാൻ. വണ്ടി ഓടിയിട്ടോ? ഇനി ഫ്രണ്ടിലോട്ട് പോവോ? മുന്നോട്ട് കുറച്ചുകൂടി പോകും. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നമുക്ക് പാർക്ക് അവിടെ വെച്ചോളാം. ഇവിടെ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും സെറ്റല്ലേ? അപ്പൊ കൂടെ ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്, വിഷ്ണു എന്നാണ് പേര്. അപ്പൊ ഇവിടെ കുറെ വണ്ടികളൊക്കെ നടക്കുന്നുണ്ടല്ലേ? രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ? ഇതെന്താ റിസോർട്ടിന്റെ? DTPC ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ രാവിലെ തന്നെ ഒരു വാക്ക് ചെയ്യാൻ അങ്ങോട്ട്. ബാക്കി അവിടെ ചെന്നിട്ട് നല്ല മഞ്ഞു മൂടിയ കാഴ്ചകളൊക്കെ ഉണ്ടാവുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാല്ലേ? എത്തിയിട്ടുണ്ട് കയറണ്ടേ. കണ്ടില്ലേ ഇതാണ് സ്പോട്ട് കണ്ടില്ലേ? അപ്പൊ ഈ ഒരു മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമുക്ക് കയറി പോകേണ്ട സ്പോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക എല്ലാവരും. കണ്ടില്ലേ ഈ കാണുന്ന മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. നമ്മൾ കയറി വന്നപ്പോൾ ഈ ഒരു താഴ്വാരത്തിന്റെ താഴെ കണ്ടില്ലേ ചെറിയൊരു വീടൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ചെറുതായിട്ട് വെള്ളം ഉണ്ടല്ലേ? പാറയിൽ ചെറുതായിട്ട് വെള്ളവും തെന്നലൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നടന്നോ ഇല്ലെങ്കിൽ സീനാണ്.
അപ്പൊ നമ്മളിങ്ങനെ ഇവിടുത്തെ രാവിലത്തെ ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ കടുവാക്കുഴി എന്ന് പറയുന്ന സ്പോട്ടാട്ടോ ഇത്. വയനാട്ടിൽ വരാത്തവരുണ്ടെങ്കിൽ വന്നിട്ട് ഈ സ്പോട്ടൊക്കെ ഒന്ന് കയറി കവർ ചെയ്ത് എൻജോയ് ചെയ്ത് ഒരു അടിപൊളി ഡേ സ്പെൻഡ് ചെയ്യണം. ദേവിക എങ്ങനെയുണ്ട്? ദേവികയൊക്കെ തളർന്നു തുടങ്ങി. തുടങ്ങിയപ്പോ നല്ലോണം മഞ്ഞ് കൂടിക്കൂടി വരുന്നുണ്ടല്ലേ? നേരത്തെ കുറവായിരുന്നു, ഇപ്പൊ ഫുള്ള് മഞ്ഞ് കവർ ചെയ്ത് തുടങ്ങി. എന്താ സ്ഥിതി മക്കളെ? അടിപൊളിയല്ലേ? വ്ലോഗ് ചെയ്യുമ്പോൾ വ്ലോഗിന് ട്രോൾ ചെയ്യുന്ന പെങ്ങന്മാരെ കിട്ടാൻ കുറച്ചെങ്കിലും ഭാഗ്യം ചെയ്യണം. അപ്പൊ നമ്മൾ ഈ മഞ്ഞും രാവിലത്തെ തണുപ്പൊക്കെ കൊണ്ട് നല്ലോണം എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയും കയറിയത്ര കയറാണ്ടെന്നൊന്ന് കണ്ടിട്ട്. നിനക്ക് മെല്ലെ പോ. അഡ്വഞ്ചർ ഒന്നും പറഞ്ഞാൽ പോരാ, ഡേഞ്ചർ സീനിലാണ് ഇപ്പൊ നമ്മൾ വാക്ക് ചെയ്ത് കയറുന്നത്. നീ ലെഫ്റ്റിലോട്ട് കയറി. അപ്പൊ നമ്മൾ ഏതാണ്ട് ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏതാണ്ട് സ്പോട്ട് കവർ ചെയ്ത് തുടങ്ങി. ഇനി ഒരു 5 മിനിറ്റും കൂടെ അല്ലേ? ചെറുതായിട്ട് സൺ റൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കയറിയ മലേന്റെ വ്യൂ കണ്ടില്ലേ? ചന്ദ്രനല്ല, സ്റ്റാറാണ്, സ്റ്റാർ. മഞ്ഞു മൂടിയ വയനാടിന്റെ ഒരു മലമുകളിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു ഇതിനൂടെ പിടിച്ചോ. We are stuck in the halfway, man. തമ്പുരു ട്രോളർ മിഷൻ ആണല്ലോ. തമ്പുരുവിനെ ഞാൻ ട്രോളി കൊല്ലുന്നുണ്ട്. നീനൊക്കെ എന്നെ കഴിവില്ല. അപ്പൊ നമ്മൾ കയറി വന്ന ഒരു വഴിയാണ് ഇപ്പൊ ഇവിടുന്ന് കാണുന്നത്, കണ്ടില്ലേ? ഇത്രയും നമ്മള് റിസ്ക് ആയിട്ട് കയറി വന്നു. എന്ത് ഭംഗിയാന്നുണ്ടല്ലേ? മലകളൊക്കെ കംപ്ലീറ്റ് മഞ്ഞിൽ മൂടി നിൽക്കുകയാണ്. താഴ്വാരം കണ്ടോ, കംപ്ലീറ്റ് മരങ്ങളും മലയോരവും. എന്ത് ഭംഗിയല്ലേ? അപ്പൊ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ ഇനി കയറുന്നത്. അപ്പൊ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞോ? ഇനിയും പോവല്ലേ നമുക്ക്? വിഷ്ണുവിനൊന്നും തീരെ ക്ഷീണമല്ല, എന്താ വളരെ കൂളായിട്ട് ഫോട്ടോഗ്രാഫിയിലാണ് ഇവിടെ. എന്തല്ലേ സ്മിത, എന്താ സ്ഥിതി? സെറ്റല്ലേ? ഇതെന്തല്ലേ ഫുഡ് ഞാൻ താഴെ വയ്ക്കില്ലെന്നാ പറഞ്ഞേ. ചെമ്പറപ്പീക്കും കാരാപ്പുഴ എല്ലാം ഇവിടെ കാണുന്നു. പക്ഷെ മഞ്ഞ് മൂടിയിട്ടുള്ളതുകൊണ്ട് ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ആവുന്നില്ല. നമുക്ക് ഈ കാഴ്ചകളും കണ്ട് നടക്കാം. എടാ ഇനിയും മലയുണ്ടല്ലോ, അത് കാരണല്ലോ. കാരണം ദിസ് ഈസ് ടു മച്ച് മാൻ. അപ്പോൾ നമ്മൾ മല കയറി വന്നിട്ട് ഇതാ കണ്ടില്ലേ? കറക്റ്റ് ഇപ്പൊ കയറിയതിനെക്കാട്ടും വലിയൊരു മല കാണുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് ട്രക്ക് ചെയ്ത് കയറണം. അപ്പൊ എല്ലാരും കുറച്ച് ഇതിന്റെ ഒരു ഫ്ലാറ്റ് സർഫസിൽ എത്തിയിട്ടുണ്ട് മേലെ. അപ്പൊ ഇവിടുന്ന് ഫ്ലാറ്റ് സർഫസ് കണ്ടിട്ട് മനസ്സിലാവില്ല. കണ്ടില്ലേ? ഇവിടുന്ന് കറക്റ്റ് ഒരു സെമി സർക്കിൾ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട് കറക്റ്റ് മേലെ, കണ്ടില്ലേ? അപ്പൊ നമ്മള് ഇനി ഇതിന്റെ മേലോട്ട് കണ്ടില്ലേ, ഈ ഒരു ഹില്ലും കൂടെ കയറാനുള്ള പ്ലാനിലാണ്. കറക്റ്റ് മേഘം ഇറങ്ങുന്ന ഒരു വ്യൂ കൂടെ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളി വ്യൂ കിട്ടും അല്ലേ? സൂര്യൻ ചെറുതായിട്ട് കാർമേഘത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടല്ലേ കാണാൻ. ഈ മലേന്റെ മേലിലോട്ട് എങ്ങനെ കയറുന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഞങ്ങളെല്ലാം സ്റ്റക്കായി നിൽക്കണേ.
അയ്യോ ക്ഷീണിച്ചോ? ഏയ് അങ്ങനെയൊന്നുമില്ല, റെസ്റ്റ് എടുക്കാം അല്ലേ? കണ്ടില്ലേ ഏട്ടൻ ക്ഷീണിച്ചോ ചോദിച്ചിട്ട് അനിയത്തി കിടക്കുന്നുണ്ടല്ലേ? കിടന്നുറങ്ങിക്കോ. തമ്പുരു എങ്ങനെയുണ്ട് സ്പോട്ടൊക്കെ? അടിപൊളിയല്ലേ? ഇതുപോലത്തെ നല്ല സ്പോട്ടിൽ ഇനിയും പോവാം നമുക്കില്ല കുറെ. വിട്ടാ പോവാ. അപ്പൊ നമ്മൾ കുറച്ചു നേരം മേലെ ഇരുന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളെ ബാക്കിൽ കണ്ട മലേന്റെ ആ ഒരു ഹില്ലിന്റെ ടോപ്പിലോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. കടുവക്കുഴി വന്നിട്ട് ഇതേപോലത്തെ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തിട്ട് എല്ലാവരും വളരെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗൈസിന് നമ്മുടെ ബാക്കിലുള്ള ടീമിന് വഴി തെറ്റി. അതാ ഇപ്പഴാണ് നിങ്ങളത് ബാക്കിൽ കിട്ടുന്നത് എനിക്ക്. ആ ഓടിക്കോ. കണ്ടില്ലേ വഴിയൊന്നും ഇല്ല. അപ്പൊ വഴികളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ആ മലയുടെ മുകളിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. കണ്ടില്ലേ മേലെ സൂര്യൻ ഉദിച്ചു വരുന്നൊരു കാഴ്ചയും കാണാം. കടുവാക്കുഴിയിൽ കടുവയൊന്നുമില്ല. കടുവാക്കുഴി ഇതല്ലേ? ആ അപ്പൊ താഴെ. അപ്പൊ നമ്മൾ കടുവാക്കുഴിന്റെ മേലോട്ടാണ് കയറി വരുന്നത് അല്ലേ? അതാണ് ഹിൽ ടോപ്പ് വ്യൂ ഓഫ് കടുവാക്കുഴി. ഒരു രക്ഷയില്ല മക്കളെ. അപ്പൊ നമ്മളെ ഹില്ലിന്റെ ടോപ്പിലേക്കുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ള നടത്തമാണ് കാണുന്നത്. നേരെ വന്നാൽ മതിയായിരുന്നു അല്ലേ? ഓ അപ്പൊ നമ്മൾ ആ മേലത്തെ ഏറ്റവും ടോപ്പിൽ ഹില്ലിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു. എന്താ കിടൂല ഇവിടെ? എടക്കൽ കേവ് കാണുന്നല്ലേ? എടക്കൽ കേവ്, ഫാൻഡൻ റോക്ക് എല്ലാം ഇവിടെ നിന്ന് കവർ ആവുന്നുണ്ട്. ശരിക്കും ഒരു ഹിൽ ടോപ്പിലെ വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത് അല്ലേ? ഓ കണ്ടല്ലേ ഇവിടെ മൊത്തം ഒരു കൊക്ക പോലത്തെ ഒരു വ്യൂ ആണ്. അവിടെ നമ്മൾ ഈ സൈഡിൽ കൂടെ കറക്റ്റ് റൈറ്റ് സൈഡ് പിടിച്ചിട്ട് വേണം കയറി പോകാൻ വേണ്ടിട്ട്. ഇനി നോക്കിയെടുക്കും കേട്ടോ. അപ്പൊ നമ്മൾ നിൽക്കുന്ന വ്യൂ കണ്ടില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് അറിയിക്കാൻ പറ്റില്ല. അത്രയും ഒരു കിഡിലൻ കാഴ്ചയാണ്. കണ്ടില്ലേ? നമ്മൾ കയറിപ്പോകുന്ന വ്യൂ കണ്ടില്ലേ? കുറച്ച് റിസ്കിയാണ്, എന്നാലും നമുക്കിത് കവർ ചെയ്ത് മേലെ പോയിട്ട് ആ വ്യൂ അത്രയും എൻജോയ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ദേവികത ചെരുപ്പിട്ട് കയറാൻ പറ്റില്ലാണ്ട് ചെരുപ്പൂരി കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ? ഏട്ടനെ ട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം രാവിലെ മുക്ക പാൻറ് ഇട്ട് ഇറങ്ങി ടീമിനെ കണ്ടില്ലേ? വിഷ്ണു എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? തമ്പുരുക്കുട്ടി നീ വീണ്ടും ട്രോളുന്നുണ്ട് കേട്ടോ. ഇല്ലല്ല നീ നല്ല കുട്ടിയാ. ഇവിടെ ഹാഫ് പാൻറ് ഇട്ടിട്ട് നമ്മൾ ട്രോളാൻ കുട്ടി എന്താ ശരി? അടിപൊളിയല്ലേ? ടയർഡായോ? ആരെങ്കിലും ടയർഡായോ? വിഷ്ണു ഇനി ഇതിന് ഡബിൾ കയറാന്ന് പറഞ്ഞു നിൽക്കുക. സ്മിത എങ്ങനെയുണ്ട്? കിട്ടില്ല വ്യൂ അമ്മേ. മാമന്റെ ഫോട്ടോ കുറച്ചേട്ടെ. ഞങ്ങളെല്ലാരും പകുതി വഴിയിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇതൊരു റെസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് കൂട്ടിയിട്ട് ഇരിക്കല്ലേ? അപ്പൊ കുറച്ച് വെള്ളം കുടിക്കണം. പിന്നെ ചെറുതായിട്ട് ഫുഡ് ഒന്നുമില്ലല്ലേ? അപ്പൊ ഫുഡൊക്കെ കഴിക്കണം. അങ്ങനത്തെ ഒരു പ്ലാനിൽ ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ എന്തുകൊണ്ട് വെച്ചാൽ കുറച്ച് വെള്ളം എന്താ ഇതുണ്ടല്ലേ? ഈ കാണുന്ന മൊത്തം മഞ്ഞ് മൂടിയിരിക്കുന്ന കാഴ്ചകളാണ്. ഞാനൊക്കെ വേർത്തു കുടിച്ച്. താങ്ക് യു. ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് ബാക്കി നമുക്ക് ഇവിടുന്ന് നൈസിൽ ട്രക്ക് ചെയ്ത് മേലോട്ട് കയറും. വിഷ്ണു കഴിഞ്ഞോ? ഇനിയുണ്ടോ? ഇനിയൊരു 2 കിലോമീറ്റർ അല്ലേ? വിഷ്ണു ടോപ്പിൽ കയറിട്ടോ. എന്താ ചെയ്തി? നൈസ് വ്യൂ അല്ലേ?
വന്നിട്ട് പറഞ്ഞ തീർച്ചയായും എനിക്കും ഞാൻ ചെറുതായി ട്രോളിനൊക്കെ യൂട്യൂബിൽ നോക്കി പഠിക്കാനുണ്ട്. എനിക്ക് നല്ല ഭാവി ഞാൻ കാണുന്നു. എനിക്ക് ഈ സാധനം ഇഷ്ടം. ഏതാ ഞാന് ഇപ്പൊ 8:30 അല്ലേ, ഒരു 10, 10:30, 11 മണിയാകുമ്പോഴേക്കും കണ്ടം വഴി ഓടിക്കോ. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. എന്ത് ചോദ്യം, എന്റെ കയ്യിൽ ഒരെണ്ണം കിട്ടിയത് കാണുന്നില്ല. അത് താഴെ വീഴുന്നുണ്ടോ നോക്കിയിരിക്കുന്നു. പായ നീ ഹൈഡ് ചെയ്ത സാധനം പുറത്തേടിപ്പോയി. നീ ഹൈഡ് ചെയ്ത സാധനം പുറത്തേടിപ്പോയി. അതല്ല, ഉണ്ട്, കപ്പ വറുത്തതുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഡാർക്ക് ഫാന്റസി ഉണ്ടല്ലോ, ചിപ്സ് ഉണ്ട്, കപ്പ വറുത്തതുണ്ട്. തിന്നവര് മാത്രം വന്നതാണ്. രണ്ടില്ല, ഒരു ബാഗ് മൊത്തം തിന്നാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നിരിക്കല്ലേ. ഒന്നും വെള്ളം കുടിക്കാൻ തീരെ തൊണ്ട പറ്റി ഈ തല ഇറങ്ങി താവട്ട് ഉരുണ്ടു പോയാൽ തീരെ. ദേവിക അടുത്തോട്ടിരിക്കും, എന്നിട്ട് കഴിക്ക്, സ്റ്റാർട്ട് ചെയ്യ്, അറ്റാക്ക്. ഓ നോക്കി ഇറങ്ങട്ടോ. ഇപ്പൊ സണ്ണൊക്കെ കറക്റ്റ് ഒന്ന് റൈസ് ചെയ്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. താഴത്തെ റോഡുകളൊക്കെ കണ്ടില്ല, അത്രയും നാരോ ആയിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് കവർ ആവുന്നത്. ഏറ്റവും ടോപ്പിലെ വ്യൂ എന്നാണ് ഇപ്പോൾ. മേലെ നിന്നുള്ള വ്യൂ എന്താ പറയാ, ഒന്നും പറഞ്ഞ വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും കിഡിലൻ കാഴ്ചകളാണ്, കണ്ടില്ലേ. ഏറ്റവും ടോപ്പ് നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ കവർ ചെയ്യുന്നത്. താഴത്തെ റോഡൊക്കെ കണ്ടില്ലേ, അത്രയും ഹൈറ്റിലാണ് ഇപ്പോൾ ഡീപ്പ്. എന്ത് കിഡിലൻ സ്പോട്ടാണല്ലേ, കണ്ടില്ലേ, എന്ത് ഭംഗിയാ നോക്കി. ഇപ്പോൾ മഞ്ഞൊക്കെ ഒന്ന് ഇറങ്ങി ചെറുതായിട്ട് സൂര്യൻ ഇങ്ങനെ കവറായി വരുന്നുണ്ട്. ഓ, തമ്പുരു അവിടെയൊക്കെ കേറിയിരിക്കുന്നു നോക്കിയേ. ഹലോ, എന്താ അറിയോ, മിണ്ടണ്ടെന്നൊക്കെ അല്ലേ. ഒരാളിപ്പുറത്തെ പാറയിലിരിക്കുന്നാലേ ഒരു രക്ഷയില്ല, കിഡിലൻ വ്യൂവിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ് ഇപ്പൊ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമ്പൂര് അവിടെ മറ്റേ പല്ല് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിലേക്ക് ഇരിക്കുന്നേ. താഴോട്ട് പോവോ? താഴോട്ട് പോയാൽ സ്റ്റിക്കർ ആവേ. കണ്ടോ, പാവം 2 വയസ്സത്തിമാർ ഇവിടെ നിൽക്കുന്നത്, കയറാൻ പറ്റാണ്ട്. വീഡിയോ എടുക്കുമ്പോ കയറാം അല്ലേ? ഓ ആയിക്കോട്ടെ, ദേവിക മെല്ലെ കയറിയാ കേട്ടോ. കയറി ഒരു അടിപൊളി വ്യൂ ആണ് ഇപ്പൊ കവർ ചെയ്തോണ്ടിരിക്കുന്നത്. എന്താ സ്ഥിതി, എല്ലാരും ഹാപ്പി അല്ലേ? തമ്പുരു ആവണി എങ്ങനെയുണ്ട്? ഞാൻ സ്ലോ മോഷൻ വീഡിയോ എടുക്കാം. ഇവിടുന്ന് നിന്റെ ഫോൺ അറിയാം, എന്നിട്ട് എന്റെ ഫോൺ അറിയാം കേട്ടോ. ഏത് സീനാലേ പുള്ളി. തമ്പുരു സീബ്രന്റെ ഡ്രസ്സൊക്കെ ഇട്ട് കീറും തോന്നുന്നതൊക്കെ. സീബ്ര അടിപൊളി വ്യൂ ഒക്കെ
കീഴടക്കി കവർ ചെയ്ത് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മറ്റോളെ പിടിക്കേണ്ടത് മറ്റേത് പിന്നെ എവിടെ പറ്റി പിടിച്ചിരുന്നോളൂ. ഒരു യോയോ അടിച്ചേ. തമ്പുരു മുട്ട് നിവർത്തുന്നില്ല. തമ്പുരു തമ്പുരു തലയിറങ്ങി. സ്പൈഡർമാൻ ചാറ്റിട്ട് ഒറ്റ നിർത്താം. കേറിയിരിക്കും. അയ്യോ ബാഹുബലിയില് മറ്റേ പാട്ടിലിടെ നമ്മൾ കേക്ക് മാറ്റി നിങ്ങൾ ഭയങ്കര ട്രോളിംഗ് ആണല്ലോ. ഞാൻ ഒറ്റയ്ക്ക് എത്തിയിരിക്കുന്നു. സ്പോട്ടഡ് മാൻ സെറ്റല്ലേ? എന്തെടുത്തിട്ട് അതിലാണെങ്കിൽ അത് സുഖം നടന്നൂടെ? ഇത് ചാടേണ്ടി വരില്ലേ? അതാവും പറഞ്ഞ അവിടെ കേറണ്ടെന്ന് പറഞ്ഞു. ആ ഒന്ന് പോരട്ടെ. സോണി വന്നാട്ടെ. ചാടിക്കോ. അതാ 2, അതാ 3. ഓ അങ്ങനെ 3 ചാടി. നമ്മൾ ഇനിയിപ്പോഴത്തെ ലാസ്റ്റ് വ്യൂവും കൂടെ കവർ ചെയ്യാനുള്ള ആ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വ്യൂ കൂടെ കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം വീഡിയോ. കുഴി ഉണ്ടെങ്കിൽ പറയണ ആരെങ്കിലും, കാരണം ഞാൻ താഴോട്ട് നോക്കാനാണ് നടക്കുന്നത്. എന്റെ അമ്മേ ഈ പാറ ആരും പറഞ്ഞില്ലല്ലോ. ദേവികയും തമ്പുരും എല്ലാവരും ഇവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കാഴ്ചകൾ എൻജോയ് ചെയ്യാണ്. നമ്മുടെ വിഷ്ണുവിനെ കണ്ടില്ലേ? വിഷ്ണു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഏറ്റവും പീക്കസ്റ്റ് പോയിന്റിലാണ് പോയി നിൽക്കുന്നത്. കണ്ടില്ലേ? കാണുന്നുണ്ട്. കണ്ടില്ലേ? വിഷ്ണു അതാണ് കണ്ടില്ലേ? കൈ അടിക്കുന്നതാണ് നടന്നത്. അത്രയും ഞാൻ സൂം ചെയ്ത് എടുക്കുന്നത്. അത്രയും കിഡിലൻ കാഴ്ചകളാണ്. കണ്ടില്ലേ? ദേവിക എന്താ സ്ഥിതി? ഇവിടെ കണ്ടില്ലേ? സ്മിതേന്റെ മാരക ഫോട്ടോഗ്രാഫിയാണ്. വിഷ്ണുവിൾക്ക് ഫോട്ടോ എടുക്കാറില്ല കേട്ടോ. കാണുന്നില്ല, അവനെ കാണുന്നില്ല. ആവണി കയറി, തമ്പുരു കയറി, വിഷ്ണു കയറി. വിഷ്ണുവാണ് നമുക്ക് ഇൻസ്പിറേഷൻ അല്ലേ? വിഷ്ണുവിന്റെ ഇൻസ്പിറേഷൻ ആണ് നമ്മൾ ഇത്രയും ടോപ്പിൽ വ്യൂവിൽ വരെ എത്തിയത്. എന്താ വിഷ്ണു എന്താ പറയാനുള്ള ഇത്രയും പീക്ക് പോയിന്റിൽ? ഞാനിപ്പോ ടോപ്പായില്ലേ? അപ്പൊ കണ്ടില്ലേ? പക്ഷെ നമ്മള് തമാശ പറയുന്ന പോലെയല്ല, അത്രയും ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നുണ്ടല്ലേ? വിഷ്ണുവിന്റെ ബാക്കിലോട്ട് കാണുന്ന വ്യൂ ഉണ്ടല്ലേ? അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ കാലോ തൂങ്ങിക്കോ അതില്. അമ്മക്കല്ലേ 60. അമ്മ 60 കൂടി. അമ്മ 60 ഇത് മൊത്തം ഞാൻ പിടിച്ചു വെച്ചല്ലോ. ചേച്ചി എത്ര കിലോ? അപ്പൊ നമ്മൾ എല്ലാരും മേലെ കയറ്റിയിട്ടുണ്ട്. ചേച്ചി കിലോ ഇല്ല. ഇങ്ങോട്ടുണ്ടോ? നല്ല കയറിട്ടോ. എല്ലാരും ഫുൾ കോൺഫിഡൻസിൽ സെറ്റ് ആയിട്ട് ഇരിക്കട്ടോ. ആരും ധൈര്യം കൈവിടരുത്. വിഷ്ണുനോട് പറഞ്ഞു ഫോട്ടോ. സത്യം ഇവള് പറഞ്ഞ ചോദ്യത്തിന് കാര്യം ഇവിടെ ഇരിക്കാൻ എല്ലാം പറഞ്ഞ പോലെ അടിപൊളി സ്ഥലാട്ടോ. എല്ലാരും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോ അവിടുന്ന് ട്രക്ക് ചെയ്ത് കയറാൻ തുടങ്ങിയപ്പോ ഇത്രയും നല്ലൊരു സ്പോട്ടിലാണ് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ? മേലെ കയറി കഴിഞ്ഞപ്പോൾ അത്രയും നല്ല വ്യൂ ആണ് കിട്ടിയത്. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. എല്ലാവരും ഓരോ എക്സ്പീരിയൻസ് പറഞ്ഞു. എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഇതുപോലെ കുറെ സ്പോട്ടിൽ പോകണം തോന്നുന്നുണ്ടോ? 6 മാസം കൂടുമ്പോ പുറത്തിറങ്ങുന്ന 2 കുട്ടികളാട്ടത്. ഒന്ന് ആവടി, ഒന്ന് തമ്പുരു. അപ്പൊ സ്മിത എങ്ങനെയുണ്ട്? എന്ത് പറയാനടാ, തിരിച്ചിറങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. തിരിച്ചിറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുവാണ് കുറച്ച് ടെൻഷൻ. കാരണം അത്രയും നല്ല ഹാർഡായിട്ട് ഇപ്പൊ കയറി വന്ന എല്ലാവരും. അപ്പൊ അതിന്റെ ചെറിയൊരു പെയിനൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മെല്ലെ താഴോട്ട് ഇറങ്ങും അല്ലേ? അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ?
ഇന്ന് രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയ റൈഡാണ്. അപ്പോൾ രാവിലെ കാറിൽ വന്ന ഡ്രൈവും പിന്നെ ഈ ഒരു ഹില്ലിന്റെ ടോപ്പ് മൊത്തം കവർ ചെയ്ത വ്യൂവും എല്ലാം നിങ്ങൾ ഞങ്ങളൊപ്പം എൻജോയ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. കണ്ണൊക്കെ പോയോ? പിന്നല്ലാതെ അല്ല കണ്ണിന് പറഞ്ഞിട്ടുണ്ടോ?